എന്നെ മാനസികമായും ശാരീരികമായിട്ടും ആഖ്യാനവേളയിൽ തകർത്ത് കളഞ്ഞ ഒരു പുസ്തകമാണ് മരണവംശം. കാരണം അതിലെല്ലാ മനുഷ്യരും ദുരന്തം തീർന്നവരാണ്, എല്ലാ മനുഷ്യരും നിസ്സഹായരാണ്, എല്ലാ മനുഷ്യരും മിക്ക മനുഷ്യരും പല കാരണങ്ങളാൽ മരണത്തിലേക്ക് യാത്രയാൻ വേണ്ടി വന്നവരാണ്. അപ്പോൾ മനുഷ്യരുടെ മാത്രമല്ല, അതിൽ ജീവജാലങ്ങളുണ്ട്, പ്രകൃതിയുണ്ട്. അപ്പോൾ ഈ മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും മനസ്സിലൂടെ ഒരു യാത്ര സ്വാഭാവികമായിട്ടും എഴുതുമ്പോൾ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്താൾ നടത്തും. അപ്പോൾ ആ സമയത്ത് നമ്മളെ വല്ലാതെ ഹോണ്ട് ചെയ്തിരിക്കും. അവരായിട്ട് നമ്മൾ മാറിയേക്കാം. അവരുടെ സങ്കടങ്ങൾ ചിലപ്പോൾ നമ്മുടെ സങ്കടങ്ങളായി മാറാം. പക്ഷെ ഫലത്തിലത് പ്രത്യക്ഷത്തിലത് നമ്മൾ പുറത്ത് കാണിച്ചെന്ന് വരില്ല. പക്ഷെ അത് നമ്മളെ ഹോണ്ട് ചെയ്യുന്നത് ആഖ്യാന വേളയിൽ, അല്ലെങ്കിൽ നമ്മളത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ മറ്റു മനുഷ്യരോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന സമയത്തൊക്കെ എന്നെ ഭയങ്കരമായിട്ടുള്ള ഞാൻ ഇവിടെയല്ല നിൽക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേക തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചിട്ടുണ്ട്. അത് എല്ലാ എഴുത്തുകാർക്കും ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഒരു പെയിൻഫുള്ളായിട്ടുള്ള ഒരു നറേഷൻ നമ്മൾ നിർവഹിക്കുമ്പോൾ പെയിൻഫുള്ളായിട്ടുള്ള ഒരു മാനസിക ലോകത്തേക്ക് നമ്മൾ എത്തിപ്പെടും എഴുത്തുകാർ. അത് വൈകാരികത കൂടിയ ഒരു എഴുത്തുകാരനാണെങ്കിൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ പവർ അത്രയും കൂടും. മരണവംശത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ കഥകളിൽ ചില കഥകളിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരു മൊത്തം എഴുതിയ കഥകൾ മരണവംശമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ മരണവംശത്തിലെ മറ്റ് കഥകൾ എഴുതിയ കഥകളിൽ 8ഓളം കഥാസമാഹാരങ്ങൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിലെ മിക്ക കഥകളും ഇത്തരത്തിലുള്ളൊരു മാനസികമായിട്ടുള്ള ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയിട്ടില്ല. അങ്ങനൊരു സംഭവം എനിക്ക് തന്നു.